Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആനി ആയിരിക്കും കാണിക്കുക. അവളുടെ പപ്പയാണെങ്കിൽ ഇടകളില്ലാതെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആനി ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കും. അവൾ ചുറ്റും നോക്കും, അവൾക്കൊന്നും മനസ്സിലാവില്ല. അതേസമയം ഇവിടെ വാൾ സീനയ്ക്കകത്ത് വലിയൊരു നഗരം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ രണ്ട് ഓഫീസേഴ്സ് ഇപ്പൊ പരസ്പരം പറയും, ലാസ്റ്റത്തെ മിഷനും പരാജയമായിരുന്നു. ആ ഒരു ടൈറ്റൻ ചെക്കനെ ഇതുവഴിയാണ് ഇന്ന് കൊണ്ടുവരുന്നത്. ഉടനെ അതിലൊരുത്തനാണെങ്കിൽ ആ ഒരു മതിലുകളെല്ലാം മണ്ണിട്ട് മൂടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ഞെട്ടും. വാൾ മറീന, വാൾ റോസ്, വാൾ സീന, അത് മൂന്ന് ദേവതമാരാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് കേട്ട് ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഒരാളാണെങ്കിൽ വിളിച്ചു പറയും ആ മൂന്ന് മതിലുകളും നമ്മുടെ ദൈവമാണെന്ന്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ ആ ഒരു നഗരത്തിലുള്ള മിലിറ്ററി പോലീസിന്റെ ഒരു ബ്രാഞ്ച് കാണിക്കുകയാണ്. നമ്മുടെ ആനിയാണെങ്കിൽ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇപ്പൊ അവിടേക്ക് കടന്നു വരും. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ ആനിയോട് പറയും ഉറക്കത്തിൽ നിന്നെ കാണുമ്പോൾ ഒരുപാട് ഭയം തോന്നി, അതുകൊണ്ടാണ് നിന്നെ എഴുന്നേൽപ്പിക്കാതെ ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. ഉടനെ മറ്റൊരു ഓഫീസർ ആണെങ്കിൽ ട്രസ്റ്റ് നഗരത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന പെൺകുട്ടിയല്ലേ, കുറച്ചൊക്കെ എക്സെപ്ഷൻ അവൾക്ക് കൊടുക്കാം. ആ ഒരു വലിയ ഇൻസിഡന്റിൽ നിന്ന് അവൾക്ക് ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രശ്നമാണ് അവൾക്ക്. നിമിഷം അവരുടെ വലിയ ഓഫീസർ അവിടേക്ക് കടന്നു വരികയാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ മിഷൻ ഞാൻ തരാൻ പോവുകയാണ്. തലസ്ഥാനത്തേക്ക് പോകുന്ന സർവേ കോപ്സ് ടീം നമ്മുടെ ഈ നഗരത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. HQനാണ് അതിനുള്ള റെസ്പോൺസിബിലിറ്റി അത് കിട്ടിയിരിക്കുന്നത്. താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നമുക്ക് 3D ഗിയർ മാനുവൽ അത് ഉപയോഗിക്കാനുള്ള പെർമിറ്റ് മിഷൻ അത് കിട്ടിയിരിക്കുകയാണ്. സർവേ കോപ്സിന്റെ പ്രൊട്ടക്ഷൻ അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമുക്ക് അവിടേക്ക് പോകാനുള്ള ബോട്ട് അത് തയ്യാറായി കഴിഞ്ഞു. സോൾജിയർ ആണെങ്കിൽ കൈ ഉയർത്തി ഇപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, സാർ, സത്യത്തിൽ നമ്മൾ അവർക്ക് ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മതിലകത്ത് വെച്ച് അവരങ്ങനെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുമോ? എന്നിട്ട് ആ ഓഫീസറാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പേപ്പേഴ്സ് അവന്റെ നേർക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെപ്പോലുള്ള വലിയ ഓഫീസേഴ്സിന് ഇതൊന്നും നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഈ ഓഫീസറാണെങ്കിൽ ആ പേപ്പർ മുഴുവൻ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് കടന്നു പോകും. അങ്ങനെ കട്ട് ചെയ്ത ഇച്ചിക്, ബോറിസ്, മാർവോ അവര് 3 പേരും പരസ്പരം തർക്കിക്കുകയാണ്. ഞാൻ കരുതിയത് ഇവിടെ ജോലി കുറച്ച് കുറവായിരിക്കുമെന്നാണ്, പക്ഷെ ഇവിടെ ജോലി വളരെ കൂടുതലാണ്. ഫോഴ്സിൽ ചേർന്നപ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നൊന്നായിട്ട് ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് കാര്യം? ആണെങ്കിൽ അടിച്ചു പറയും, നിങ്ങളെപ്പോലുള്ള ഉഴപ്പന്മാരായിട്ടുള്ളവരെയൊക്കെ റീപ്ലേസ് ചെയ്യാനും എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കും. നിന്റെ ആഗമനത്തിന് ഇത്രയും വലിയൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വിമതിയും ആക്രമണങ്ങളും കാണിക്കുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അത് കേട്ട് എച്ചിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ പൊട്ടിച്ചിരിക്കും. ഞാൻ കരുതിയത് നീ കോമഡി പറഞ്ഞതാണെന്നാണ്. ഇത്രയും സീരിയസ് ആയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ ചിരിച്ചുകൊണ്ടേയിരിക്കും. കോറിസ് ആണെങ്കിൽ അവനെ അഭിനന്ദിക്കും. ഉടനെ ആനിയാണെങ്കിൽ അവനോട് പറയും, സത്യത്തിൽ നീ എന്നെ ഇംപ്രസ് ചെയ്ത് കളഞ്ഞു. ഇതിനെതിരായിട്ട് നീന്താൻ ആഗ്രഹിക്കുന്ന നിന്നെപ്പോലുള്ള ആൾക്കാരോട് എനിക്ക് ബഹുമാനമാണ്. സത്യത്തിൽ നിനക്ക് അതിന് സാധിക്കട്ടെ. ആണെങ്കിൽ ടെൻഷനാവും. നിങ്ങൾ വെറുതെ സംസാരിച്ചെന്ന സമയം കളയാണോ? 45 മിനിറ്റിനുള്ളിൽ സർവേ കോപ്സ് അവർ ഇവിടേക്ക് വരും. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചെയ്ത് സെക്യൂരിറ്റി അത് ഉറപ്പുവരുത്തണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചുമതല. പിന്നെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും 3D ഗിയർ മാനുവൽ അവിടെ മറച്ചു വിൽക്കുന്നത് കാണുക. അത് കണ്ട് ആ പയ്യനാണെങ്കിൽ കൺട്രോൾ പോവും. ഗവൺമെന്റിന്റെ എല്ലാ സാധനങ്ങളും അവർ മറച്ചു വെക്കുകയാണ്. സീനിയേഴ്സിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവും. അതുകണ്ട് ബാക്കിയുള്ളവർ ആണെങ്കിൽ ഷോക്കായിട്ട് പരസ്പരം നോക്കും. അവൻ വെറുതെ പറഞ്ഞതല്ല, അവൻ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അവന്റെ ധൈര്യം അത് സമ്മതിക്കണം. അവനാണെങ്കിൽ പതിയെ ഇപ്പോ ആ സീനിയേഴ്സിന്റെ അടുത്തേക്ക് എത്തും. അവരാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിനക്ക് എന്ത് വേണം? നീ എന്തിനാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്? ഉടനെ അവനാണെങ്കിൽ ഭയപ്പെട്ട് തല താഴ്ത്തി ഒരുപാട് ഭയത്തോടു കൂടെ അവരോട് പറയും, ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ആയുധങ്ങളെല്ലാം വാങ്ങുന്നത്. ഇതിപ്രകാരം മറച്ചു വെക്കുന്നത് അത് ശരിയല്ല. അത് ശരിക്കും ശിക്ഷാർഹമായിട്ടുള്ള കാര്യമെന്ന് പറയും. അത് കേട്ട് അവർ 2 പേരും പൊട്ടിച്ചിരിച്ച് ഒരൽപ്പം പണം എടുത്ത് ഇപ്പൊ അവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും. അത് ഇഷ്ടപ്പെടാതിരുന്ന അവനാണെങ്കിൽ അവരെ തടയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവരാണെങ്കിൽ ഗൺ ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെയിടുകയാണ്. മേലുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. ഇതിനുശേഷം വീണ്ടും അവനെ അവർ അറഞ്ചം പുറഞ്ഞ് തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ആനി അവിടേക്ക് വന്ന് ഇപ്പൊ അവർ തടയും. ഇത്രയും നിങ്ങൾ അവനെ ശിക്ഷിച്ചില്ലേ, ഇത് പോരെ. ഉടനെ ഇച്ചാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, അവൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, അവനെ ശിക്ഷിക്കരുത്. ആ സീനിയേഴ്സ് ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇപ്പോ അവരെ തന്നെയാണ് നോക്കുന്നത്. താഴെ വീണ അവനാണെങ്കിൽ അടുത്ത് കിടക്കുന്ന ആ ഒരു ഗൺ കണ്ട് അത് എടുക്കാൻ ശ്രമിക്കും. അത് കണ്ട് ആനി പറയും, പഠിക്കണ്ട, നിനക്ക് ധൈര്യമായിട്ട് ആ ഗൺ എടുക്കാം. നിന്റെ ലക്ഷ്യത്തിന് നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് പറയും. ആർലോയ്ക്കാണെങ്കിൽ പക്ഷെ അതിന് കഴിയുന്നില്ല. നീ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ചവറ് പോലെയാണല്ലേ ഞാൻ ചോദിക്കും. അതിനവള് പറയും, ചില സമയത്ത് മനുഷ്യർ അങ്ങനെയാണ്, അത് മാറ്റാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല.
അല്പസമയം കഴിഞ്ഞ് സർവേ കോപ്പ് സോൾജേഴ്സ് അവരാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. മഞ്ഞമുടിയൻ ആർമിനാണെങ്കിൽ ഇപ്പൊ ആനിയെ വിളിക്കും. അവളാണെങ്കിൽ അവനെ കണ്ട് ഞെട്ടി. രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇവിടെ മഞ്ഞമുടിയൻ ആർമിനാണെങ്കിൽ ഇപ്പോൾ അവളോട് ചോദിക്കും, ഓ നീ മിലിറ്ററി പോലീസ് ഗാർഡിലാണല്ലേ? അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം അത് വെളിപ്പെടുത്തുക. മിലിറ്ററി പോലീസ് അവരിൽ മൊത്തം 2000 പേരാണ് ഉള്ളത്. അതോടൊപ്പം ഗരിസൺ സൈനികരെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ 5000-ഓളം പേര് വരും. മതിലുകൾക്കുള്ളിലെ ഓരോ ഓഫീസിലും ഒരുപാട് ഓഫീസേഴ്സിനെ അവര് തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, നിയമ സംവിധാനങ്ങൾ അത് കറക്റ്റായിട്ട് നടപ്പിലാക്കലും എല്ലാം തന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മഞ്ഞമുടിയനാണെങ്കിൽ അവളോട് ചോദിക്കും, നമ്മുടെ ഹീറോ പയ്യൻ ഇന്നിപ്പോ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ തിരികെ പിടിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് നീയും ഞങ്ങളെ സഹായിക്കുമോ? അവനാണെങ്കിൽ വണ്ടർ അടിച്ച് ഈ മതിലിന് പുറത്തു പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അതിന് അവൻ പറയും, തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ശ്രമിക്കും. തലസ്ഥാനത്ത് കോപ്സ് ചില സ്ട്രൈക്കൊക്കെ നടത്തുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഹീറോയെ വിട്ട് കിട്ടാനായിട്ട്. അത് എത്രയും വേഗം തന്നെ ഫലം കാണുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് പുറത്ത് ഒളിച്ചിരിക്കണം. ഇവരുടെ ഈ തീരുമാനം റദ്ദാക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. അവളാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. പക്ഷേ അവനാണെങ്കിൽ മറുപടി പറയില്ല. അതിപ്പോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളെ ദയവ് ചെയ്ത് സഹായിക്കണം. അതിനവനാണെങ്കിൽ തീർത്തു പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഉടനെ മഞ്ഞമുടിയനാണെങ്കിൽ വിളിച്ചു പറയും, അല്പമെങ്കിലും കരുണ കാണിച്ചൂടെ? അവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഇവിടെ അവനെ വിട്ടിട്ട് പോയാൽ ഇവരെല്ലാവരും ചേർന്ന് അവനെ ഇല്ലാതാക്കും. മനുഷ്യവംശത്തെ ഇല്ലാതാക്കാനാണ് സത്യത്തിൽ ഈ മണ്ടന്മാരെല്ലാവരും ചേർന്ന് ശ്രമിക്കുന്നത്. നിനക്ക് യാതൊരു കുഴപ്പവും പറ്റാതെ നിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. മിലിറ്ററി ഫോഴ്സിന്റെ കണ്ണ് വെട്ടിക്കണമെങ്കിലും ചെക്ക് പോസ്റ്റ് കടന്നു പോകണമെങ്കിലും നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഉടനെ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവളാണെങ്കിൽ ഇപ്പോൾ അവൻ നേരെ ടേൺ ചെയ്യും. എന്നെ കാണുമ്പോൾ ഒരു നല്ല വ്യക്തിയെ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? അതിനവൻ പറയും, നല്ല വ്യക്തിയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെന്നാണ്. എല്ലാവർക്കും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിനക്കിതിന് കഴിയും. എന്നെങ്കിൽ അല്പനേരം ചിന്തിച്ചു നിന്നതിന് ശേഷം ഒരു റിങ് എടുത്ത് കയ്യിലിടും. ഓക്കെ, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. പിന്നീട് മിക്കാസയും മഞ്ഞമുടിയനും നമ്മുടെ ഹീറോയും അവര് 3 പേരും ഒരു ഹുഡിയിട്ട് ആനയോടൊപ്പം അങ്ങനെ നടന്നു വരികയാണ്. നമ്മൾ വളരെ വേഗം ആ ഒരു ചെക്ക് പോസ്റ്റ് അത് ക്രോസ് ചെയ്തു അല്ലേ? ഹീറോ ആണെങ്കിൽ ടെൻഷനോട് കൂടെ പറയും, ജിന്നാണ് എനിക്ക് പകരം പണ്ടിയിലുള്ളത്. ആക്ച്വലി ഞാനും അവനും തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല. അവനെ തിരിച്ചറിയും മുൻപേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ താഴേക്കുള്ള ഒരു സ്റ്റെപ്പിലിന്റെ അടുത്തേക്ക് വരും. ഒരു ബേസ്മെന്റ് സ്റ്റെപ്പ് വഴി പോവുകയാണെങ്കിൽ എത്രയും വേഗം ആ ഗേറ്റിന്റെ അടുത്തെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതുവഴി താഴേക്ക് ഇറങ്ങും. ഇനിയാണെങ്കിൽ ആ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാവില്ല. ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, എന്തുപറ്റി, നിനക്ക് ഇരട്ടത്ത് നടന്നു വരാൻ ഭയമാണോ? അതിനവള് പറയും, അതെ എനിക്ക് ഭയമാണ്. ആണെങ്കിൽ ഇപ്പോൾ അവളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. ബാക്കിയുള്ളവര് അവനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും, അവിടെ ഒരുപാട് സോൾജേഴ്സ് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആനിയോട് ചോദിക്കും, നിന്റെ കയ്യിൽ എങ്ങനെയാണ് മാർക്കോടെ ആ ഒരു 3D ഗിയർ അത് എത്തിപ്പെട്ടത്? അത് കേട്ട് മഞ്ഞമുടിയും പറയും, എനിക്ക് അവന്റെ ആ ഒരു 3D ഗിയർ നന്നായിട്ട് അറിയാം. അതിന്റെ ഓരോ സ്ക്രാച്ച് പോലും ഞാൻ നോട്ടീസ് ചെയ്തതാണ്. നിന്റെ കയ്യിലുള്ളത് അത് തന്നെയാണ്. ഇതിൽ ആ 2 ടൈറ്റൻസിനെ കൊന്നു കളഞ്ഞത് നീ തന്നെയല്ലേ? അത് നീ അല്ല എന്നാണ് ഇത്രയും കാലവും ഞാൻ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷേ ലാസ്റ്റ് ഫൈറ്റിൽ നീ എന്നെ കൊല്ലാതെ വിട്ടപ്പോ നീയാണ് അത് നീ തിരിച്ചറിഞ്ഞു. അവളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കും. ഉടനെ ഹീറോ ആണെങ്കിൽ അവളെ താഴേക്ക് വിളിക്കുകയാണ്. പക്ഷെ അവൾ വരാൻ തയ്യാറാവാതെ അവിടെ തന്നെ നിൽക്കും. ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നീ ദയവ് ചെയ്ത് താഴേക്ക് വായോ, നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അത് കേട്ട് ചുന്ദരിപ്പെണ്ണ് മിക്കാസ ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് അങ്ങനെ പുറത്തേക്ക് വലിച്ചൂരിയെടുക്കും. ഇനി ഇവളോട് സംസാരിക്കാനൊന്നുമില്ല, ഈ ലേഡി ടൈറ്റനെ ഞാൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. അത് കേട്ട് ആനി അവളങ്ങനെ പൊട്ടിച്ചിരിക്കും. അവളാണെങ്കിൽ മഞ്ഞമുടിയൻ ആർമിനെ നോക്കും. നീ എന്നെക്കുറിച്ച് കരുതി വെച്ചിരുന്നത് ഞാനൊരു നല്ല പെൺകുട്ടിയായിരുന്നല്ലേ? നിന്റെ ചിന്തകളെല്ലാം തന്നെ തെറ്റിപ്പോയിരിക്കുകയാണ്. ഇതെന്റെ സമയമാണെന്ന് പറഞ്ഞ് അവൾ കൈ കടിച്ച് ഇപ്പോ ഒരു ടൈറ്റായി മാറാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം മഞ്ഞമുടിയനാണെങ്കിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ആ സിഗ്നൽ കണ്ട് ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാം അവിടേക്ക് വന്ന് അവളെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കുകയാണ്. സോൾജേഴ്സ് എല്ലാം അവളെ റൗണ്ട് ചെയ്ത് പിടിക്കും. പക്ഷെ അവളുടെ കയ്യിലുണ്ടായിരുന്ന റിങ് അതുപയോഗിച്ച് അവളുടെ കയ്യിൽ തന്നെ പരിക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ടൈറ്റനായി മാറി അവളെ റൗണ്ട് ചെയ്ത സോൾജേഴ്സിനെയൊക്കെ ഒരേക്ക് അടിച്ച് തെറിപ്പിച്ച് കളയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.